ഇന്നത്തെ മലയാളം ബിഗ് ബോസിന്റെ ലൈവിലെ നമ്മുടെ ജിസേൽ വന്നിട്ട് നീ ഗുണ്ടയാണെങ്കിൽ ഞാൻ ഗുണ്ടിയാണെന്ന് പറയുന്ന ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ചർച്ചയല്ല, കുറച്ച് വഴക്കും കുറച്ച്, പക്ഷെ അത് കേട്ടിട്ട് നല്ല രസമായിട്ട് തന്നെ തോന്നി. പിന്നെ കുറെ പേര് ഇങ്ങനെ അനുമോളൊക്കെ ചെന്ന് ചെവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മലയാളത്തിൽ ഇങ്ങനെ അങ്ങനെ പറയരുത്. അന്നേരം പറഞ്ഞ ഇപ്പം ഗുണ്ടയുടെ ആ ഒരു ഓപ്പോസിറ്റ് വേടെന്നുള്ള രീതിയിലാണ് ഗുണ്ടി എന്ന് പറഞ്ഞത്. അതൊരു രസമായിട്ട് തോന്നി. പക്ഷെ അത് ഇന്നത്തെ വൈകിട്ടത്തെ പ്രോഗ്രാമിൽ കാണിക്കുമെന്ന് അറിയത്തില്ല. കാരണം വേറെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത്. രേണുസുതിയായിട്ടൊക്കെയുള്ള കുറച്ച് വെളിയിലത്തെ കാര്യങ്ങളൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും മിക്കവാറും ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഇപ്പൊ ലൈവ് വന്ന് ഇത് പറയാൻ കാരണം ഒരു പക്ഷേ ഇന്ന് അത് കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായി പോകും. നമ്മുടെ ആ ജിസേലിന്റെ ആ ഒരു സംസാരം, ജിസേലെല്ലാം ഒതുങ്ങിയിരിക്കുമായിരുന്നു, പക്ഷെ കളത്തിലോട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ഹനീഷിന്റെ ആ മോർണിംഗ് ടാസ്ക് അനീഷിനെ എല്ലാവരും കൂടെ ശരിയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ഒരേ കാര്യം തന്നെ സംസാരിക്കുന്നതെന്ന് എനിക്കെന്നല്ല എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അനീഷ് എന്ത് കാര്യത്തെ പറ്റി സംസാരിച്ചാലും 3 വട്ടം പറയുന്നുണ്ട്. 3 അല്ല, അതിൽ കൂടുതലുണ്ട്, പക്ഷെ മിനിമം 3 വട്ടം പറയുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരാളെ പുറത്താക്കാനുള്ള ഒരു ടാസ്ക് നടക്കുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുൻപത്തെ ബിഗ് ബോസിൽ നിന്നും വളരെയേറെ കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഒരാഴ്ച 2 ദിവസം എടുക്കാൻ